ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ ഞങ്ങളുടെ റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമ്മൾ മീഷോയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ നമ്മുടെ ഭിത്തിയിൽ ഒട്ടിക്കാനെ കൊണ്ട് വാൾ സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ച് വെച്ചിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ഒരു ഭിത്തി ഒന്ന് ഒട്ടിച്ച് നോക്കിയിട്ട് ബാക്കി ഓർഡർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് തനിയെ ഒക്കുമോ എന്ന് നോക്കിയതാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, അന്ന് ചേച്ചിയുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിയോട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറേ നാളായതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് വാങ്ങിക്കണമെങ്കിൽ തന്നെ ഇത് ഒട്ടിച്ചതിന് ശേഷമല്ലേ വാങ്ങിക്കാൻ ഒക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാണ്. നമ്മുടെ ഭിത്തിയിലൊക്കെ അങ്ങ് ഫുൾ അഴുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ചെയ്യണമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏട്ടൻ വന്ന സമയത്ത് നമ്മൾ പെയിൻറ്റിങ് ചെയ്യണമെന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ലീവ് ക്യാൻസൽ ചെയ്ത് പോകേണ്ടി വന്നതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഭിത്തിയൊക്കെ ഫുൾ അഴുക്കാണ്. ആ റൂമിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ റൂമിൽ വലുതായിട്ട് അങ്ങനെ ഇല്ല എങ്കിൽ പോലും കണ്ടോ. ബാക്കിയുള്ള ഭിത്തിയിലെ കാര്യങ്ങൾ നിങ്ങൾ ഊഹിച്ചാൽ മതി. കാരണം കുട്ടികളൊക്കെ ഉള്ള വീടുകളിലും മിക്കതും എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഭിത്തിയിൽ ഈ തണുപ്പടിച്ചിട്ടായിരിക്കും മറ്റേ പുറമേ ഉള്ള വെള്ളം അത് ഇളകി നമ്മുടെ സിമൻറ്റ് കാണുന്ന രീതിയിൽ ഫുള്ളായിട്ട് അങ്ങ് ഇളകി മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ നമ്മൾ വൃത്തിയാക്കണമെങ്കിൽ വീട് ഫുള്ള് വൃത്തിയാക്കി വെക്കും. ടോട്ടലി മൊത്തത്തിൽ ഒരു ക്ലീനിങ് ആക്കി നടത്തി വെക്കുള്ളൂ. നമ്മുടെ ഒരുപാട് പണികൾ കുറേ വീടിനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഈ കാലാവസ്ഥയിൽ ഈ മഴയുള്ള കാര്യത്തിൽ നമുക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കത്തുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ റൂമിൽ ഒരു വാൾ സ്റ്റിക്കർ വാങ്ങിച്ച് ഒട്ടിച്ച് നോക്കാമെന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മുടെ റൂം വൃത്തിയായി വയ്ക്കുക എന്നൊക്കെ നമ്മുടെ ഒരു നല്ലൊരിതല്ലേ. അപ്പോൾ ഈ റൂം സെറ്റൊക്കെ ഈ ബെഡ്റൂം സെറ്റൊക്കെ വാങ്ങിച്ച് ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു വാങ്ങിച്ചത്. പക്ഷേ ഞങ്ങളത് എടുത്തു. പക്ഷേ നല്ല രസമുണ്ട് കാണാനൊക്കെ വേണ്ടിയിട്ടോ. അപ്പോൾ അവർ അവിടെ നിന്ന് ഇവിടെ വന്നിട്ടെല്ലാം ഫിറ്റ് ചെയ്ത് തന്നതൊക്കെയാണ് കേട്ടോ. പക്ഷേ ഭംഗിയായി വെയിറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് നീക്കാനൊക്കെ നോക്കി. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ ആയിരുന്നു ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ദിവസത്തെ പണിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കാലും കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാലൊക്കെ വന്ന് കട്ടിലയിലിരിക്കും. നമ്മുടെ പഴയ കട്ടിലാണെങ്കിൽ അടിയിലോട്ട് ഇങ്ങനെ സ്പേസ് കാണും. പക്ഷേ ഇതിനങ്ങനെ സ്പേസ് ഇല്ല. ഫുള്ള് അടിയെല്ലാം ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കട്ടിലിൻ്റെ തന്നെ നമ്മുടെ അങ്ങനെ അടിഭാഗത്തൊന്നും നമുക്കിങ്ങനെ സ്പേസ് ഉണ്ടാവില്ല കേട്ടോ. ക്ലീൻ ചെയ്യാനും ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അടിയിലോട്ടൊക്കെ ഇങ്ങനെ പൊടി കയറി പോകുമ്പോൾ നമുക്ക് തൂക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുപോലെ നമ്മുടെ കാലൊക്കെ പെട്ടെന്ന് തട്ടും, നമ്മൾ ഓർക്കാണ്ടൊക്കെ കാലൊക്കെ തട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മുടെ ബെഡ്റൂം സെറ്റിൻ്റെ കൂടെ കിട്ടിയത് ഈ ഒരു കട്ടിലും പിന്നെ ഈ ഒരു ചെറിയൊരു നമ്മുടെ സൈഡ് ടേബിളും പിന്നെ നമ്മുടെ ഡ്രസ്സിങ് ടേബിളും പിന്നെ 3 ഡോറിൻ്റെ ഒരു അലമാരയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നമുക്കത് നീക്കാനൊക്കെ ഒരാളെ കൊണ്ട് ഒറ്റയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് നോക്കാമെന്നൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ വെറുതെ മണ്ടത്തരമായിന്ന് പിന്നെ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തതൊക്കെ വെറുതെ ആയിപ്പോയി. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച വാൾ സ്റ്റിക്കറ്. അപ്പം വലിയ ഡെക്കറേഷൻസും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ചെറിയൊരു ഗോൾഡൻ കളർ വന്നിട്ട് അതിനകത്ത് ചെറിയൊരു ചെറിയൊരു ഡിസൈൻ. അങ്ങനെ വലിയ ഒരു ഇതല്ല. നമുക്കൊരു റൂമിൻ്റെ ആ ഭിത്തിയുടെ ആ ഒരു വരയും കുറിയൊക്കെ ഒന്ന് മാറണം, പിന്നെ നല്ലതായിട്ടിരിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് കണ്ടു, പക്ഷെ അതൊന്നും എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് പൂക്കളുടെ അതൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഇതാകുമ്പോൾ കുറച്ച് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു തോന്നിയതുകൊണ്ട് ഇതങ്ങ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് നീളമില്ലാത്തത് കാരണം, നീളം കുറവായത് കാരണം നമ്മൾ ഭിത്തിയുടെ അങ്ങ് മേളിൽ നിന്ന് വരെ എത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നമ്മുടെ സൈഡ് ടേബിൾ എടുത്തിട്ട് അതിൻ്റെ മേളിൽ കയറി നിന്ന്. പക്ഷേ അത്യാവശ്യം നല്ല ബലവും കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ. ഞാൻ വിചാരിച്ചു നമുക്ക് കയറി നിൽക്കാൻ നോക്കില്ലെന്ന്. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാനതിൽ കയറി നിന്നിട്ട് അളവൊക്കെ ഒന്ന് എടുത്ത്. പക്ഷേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ചെയ്യേണ്ടത്. ഞാനത് ഫസ്റ്റിലെ തന്നെ നമ്മുടെ കത്രിക വെച്ച് അങ്ങ് മുറിച്ച് കളഞ്ഞു കേട്ടോ. നമ്മൾ അളവൊക്കെ എടുത്തിട്ട്. പക്ഷേ ചേച്ചി വന്നപ്പോൾ തന്നെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ വന്നതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റ് മുറിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അറിയത്തില്ല, ഞാനിങ്ങനെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണിത്. നമ്മുടെ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. പക്ഷേ അടുത്തായിപ്പോയി. പിന്നെ ഇത്രയും വീഡിയോ എടുത്തതല്ലേ, ഞാൻ വെറുതെ കളയുന്നത് എങ്ങനെയാണ്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇതങ്ങ് പോസ്റ്റ് ചെയ്യുന്നത്, ഇതങ്ങ് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ചുമ്മാ കിടന്ന് ഉറങ്ങേണ്ട സമയം ഞാൻ വെറുതെ ഇങ്ങനെ കളഞ്ഞു കേട്ടോ. അപ്പോൾ പിള്ളേരെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് അവരെല്ലാം കൊണ്ടാക്കി കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് കയറിയത്. അപ്പോൾ ഞാൻ നമുക്ക് റൂം മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇടാൻ വെച്ചതാണ് വലിയ കാര്യത്തിൽ.
പക്ഷേ എന്തായാലും അത് ചീറ്റിപ്പോയി, അത് നടന്നില്ല. പിന്നെന്തോ മനസ്സിന് ഭയങ്കര വിഷമമുണ്ടെങ്കിലും ഞാനത് ഉള്ളിലെല്ലാം ഒതുക്കി ഇതെല്ലാം പിന്നെ തിരികെ എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് നമുക്ക് ഒക്കത്തില്ല, ചേച്ചിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ദിവസം സമാധാനത്തോടെ നമുക്കെല്ലാം ചെയ്യാമെന്നുള്ളത്. രണ്ടുപേരുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവും കേട്ടോ. ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ആയാലും ആകെ മൊത്തം ചള്ളക്കുളമാവും. അതുകൊണ്ട് ചേച്ചി കൂടെ വന്നിട്ട് റെഡിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ തന്നെ ഞാൻ തന്നെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മളതിൻ്റെ പശ ഇളക്കാമെന്ന് ഓർത്ത് തന്നെ അത് ഫുൾ അതിൽ നിന്ന് വിട്ട് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ മേളിൽ ഒരാൾ പിടിച്ചിട്ട് അങ്ങനെയൊക്കെയല്ലേ ഒക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനത് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം വീണ്ടും മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊരു മേക്ക് ഓവർ ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഒരു വീഡിയോ. അപ്പോൾ നമുക്കിത് എന്തായാലും തൽക്കാലം ഇതവിടെ മാറ്റി വെക്കാം. ഞാനിതെല്ലാം ഇവിടെ നിർത്തിയിട്ടതെല്ലാം അതിൻ്റെ പശയെല്ലാം വീണ്ടും തിരിച്ചൊട്ടിച്ചിട്ട് പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വെറുതെ നഷ്ടമായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം 10 മീറ്ററിന് അങ്ങാണ്ട് 500 സംതിങ് രൂപയായിരുന്നു കേട്ടോ ഈ ഒരു വാൾ പേപ്പറിന്. പിന്നെ നമ്മുടെ ആ വാൾ സ്റ്റിക്കർ ഉണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായത് മീഷോയിലാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റിന് കിട്ടിയതാണ്. അപ്പോൾ ഇതേ കുട്ടികളുടെ റൂമിൽ 2-3 ടൈപ്പിൽ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പം ഞാനിതെല്ലാം നമ്മുടെ വാൾ സ്റ്റിക്കറെല്ലാം മടക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് സമയം പോലെ ഞാനും ചേച്ചിയും കൂടെ നിന്നിട്ട് ചെയ്യാം. അപ്പോൾ അന്ന് നമുക്കൊരു വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് വന്നു. വീഡിയോ പകുതി വരെ എടുത്തു. അപ്പോൾ നമ്മുടെ മേക്ക് ഓവർ വീഡിയോ എടുത്തു. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും എടുത്ത വീഡിയോ വെറുതെ കളയണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ കേട്ടോ, ഒരു ജസ്റ്റ് ക്ലീനിങ് വീഡിയോ അങ്ങ് ആക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കട്ടിലെല്ലാം പിടിച്ച് നീക്കി ഒറ്റയ്ക്ക് ഇത്രയൊക്കെ ഞാൻ ചെയ്ത് കഷ്ടപ്പെട്ടല്ലേ. അപ്പം അവിടെ ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ. നമ്മുടെ കട്ടിലിൻ്റെ ആ സൈഡിലൊക്കെ ഞാൻ അങ്ങനെ നീക്കി അങ്ങനെ തൂക്കാത്തതുകൊണ്ട് ഭയങ്കര പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതെല്ലാം അങ്ങ് തൂത്ത് വൃത്തിയാക്കി തുടയ്ക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ തുടച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയം അങ്ങ് പോവും. കാരണം ഇപ്പം തന്നെ സമയം വൈകിയില്ല, കുട്ടികളെ ഇനി വിളിക്കണം. പിന്നെ 3 പേരെയും വിളിക്കണ്ടേ. അപ്പം എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടണം. പിന്നെ അത് എൻ്റെ യൂണിഫോം വാങ്ങിക്കാൻ, സ്റ്റിച്ച് ചെയ്ത യൂണിഫോം ഇന്ന് കിട്ടും, അത് വാങ്ങിക്കാൻ വേണ്ടി പോകണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം ഇരുന്ന സ്ഥാനത്ത് അതേപോലെ തന്നെ എല്ലാം എടുത്ത് വെച്ചു. അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ തൂക്കിയിടുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ആ ഫ്ലവർ വൈസ് അതെല്ലാം നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ആ പാവ ലക്ഷ്യൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ബൊമ്മകൾ കിട്ടി, വലിയ ടെഡി ബിയറുകളുണ്ടല്ലോ, അതൊക്കെ കിട്ടി. അതൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാം കവറിലാക്കി അലമാരയുടെ മേളിൽ വെച്ചേക്കാണ്. അപ്പം ഇവരുടെ അടുത്ത് വെച്ചാലും ശരിയാവില്ല, കാരണം അതെല്ലാം നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചേക്കാണ്. പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ നമ്മുടെ ഭിത്തിയിൽ ഇങ്ങനെ വെച്ചിട്ട് പഴയ പോലെ തന്നെ എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം അങ്ങ് തൂത്ത് എന്ത് പൊടിയായിരുന്നു അറിയാം. പക്ഷേ അതും ഒരു കാര്യമായി. നമ്മൾ വന്ന കാര്യം നടന്നില്ലെങ്കിലും ചെയ്ത കാര്യം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെയാണ് ഒരു തോന്നൽ. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി തൂത്തു. അത്യാവശ്യം നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കിടക്കുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും അലർജിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊടികളൊക്കെ ഉള്ളപ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ എല്ലാം നീക്കി നന്നായിട്ട് തൂത്തു. പിന്നെ ഞാൻ തുടയ്ക്കാൻ നിന്നാലും സമയം പോകും, അതുകൊണ്ട് തുടച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചോറൊക്കെ കഴിക്കണം. ഉച്ച 1:30 മണി എങ്ങാണ്ടായി. ചോറ് കഴിക്കണം, കുട്ടികളെ വിളിക്കാൻ പോകണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതിനെല്ലാത്തിനും പുറമെ ഒരുപാട് തുണി കഴുകാനുണ്ട്. അപ്പോൾ മഴ ആയതുകൊണ്ട് ഇങ്ങനെ മടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ കട്ടിൽ നീക്കാനാണ് എനിക്ക് കുറേ സമയം എടുത്തത് കേട്ടോ. ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ ഇനി ചിലപ്പം എനിക്കായതുകൊണ്ടാണോ, ചിലപ്പോൾ ഇനി അല്ല ആണുങ്ങൾക്കൊക്കെയാണ് ചിലപ്പം കുഴപ്പമില്ലായിരിക്കും. പക്ഷേ എനിക്കെന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ കട്ടിൽ നീക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അതങ്ങ് നീക്കിയെടുത്താണ്. അപ്പോൾ ഈ കട്ടിൽ നീക്കിയപ്പോൾ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ രാവിലെ 2 ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ജോലിയെല്ലാം തീർത്തിട്ട് അങ്ങ് പോകാമെന്ന് വെച്ചു. അങ്ങനെ പിന്നെ ഞാൻ കട്ടിലൊക്കെ ഒരുവിധം പിടിച്ച് നീക്കി നമ്മുടെ കിടന്ന് അതേ സ്ഥാനത്ത് തന്നെ കട്ടിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആ ഡ്രസ്സിങ് ടേബിളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തുടച്ച് വെക്കാമെന്ന് വെച്ചു കേട്ടോ. കണ്ണാടിയൊക്കെ മൊത്തം അഴുക്കാണ്. അപ്പോൾ അതൊക്കെ ഒരു നനഞ്ഞ തുണി എടുത്തുകൊണ്ടൊന്ന് തുടച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബൊമ്മ, അതുപോലെ തന്നെ ഇതുപോലെ 2 കൊക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ അതിനകത്ത് അതൊരു സ്ക്രൂ ചെറുതായിട്ടൊന്ന് ലൂസാണ് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ ആടുന്നുണ്ടാവും. പിന്നെ അതിലങ്ങനെ ഞാൻ ഇവിടെ എല്ലാം അങ്ങ് തൂത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഭിത്തിയിൽ ഇങ്ങനെ തണുപ്പ് കാരണമായിരിക്കാം ആ വെള്ള സാധനം ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഭിത്തിയിലും ഹാളിലൊക്കെയാണ് കൂടുതലും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റൂമിൽ വലുതായിട്ടില്ല. പക്ഷെ ബാക്കി എല്ലാവരും ഇങ്ങനെ ഒരുമാതിരി ഭയങ്കര ഇതായിട്ട് ഇളകി ഇനി വീഴുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാ റൂം തൂത്തിറക്കിയപ്പോൾ കിട്ടിയ പൊടിയാണ് ഇത്രയും കേട്ടോ. അപ്പോൾ ഇത്രയും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്ന റൂമായതുകൊണ്ട് എന്താ അലർജിയൊക്കെ ആവാൻ ഇത് മതി കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി. അപ്പോൾ ഇപ്പുറത്തെ മുറിയിലേക്ക് വന്നപ്പം നിങ്ങൾ കാണാറുള്ള പോലെ തന്നെ ഡെയിലി ഞാൻ എത്ര ഈ മുറി വൃത്തിയാക്കിയാലും അവന്മാരുടെ മുറി ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അവന്മാർ എന്താ പറയുക അവിടെ ഇവിടെ വലിച്ചു വാരിയിട്ട് ആ മേശയിലെ ആ ടേബിളിനകത്തെ ആ ഡ്രോയർ തന്നെ അങ്ങ് ഇളക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ രാവിലെ നോക്കിയപ്പോഴാണ് കാണുന്നത്. അതൊക്കെ ഇളക്കിയെടുത്ത് കട്ടിലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബുക്കുകളും ടെക്സ്റ്റുകളും ഒക്കെ ഒന്ന് അടുക്കി ഒതുക്കി വൃത്തിയാക്കി. അപ്പോൾ എത്ര നമ്മളിത് ചെയ്താലും ഇപ്പോൾ ഞാനിന്ന് ഇത്രയും വൃത്തിയാക്കിയാലും നാളെ ഇതുപോലെ തന്നെ ആയിരിക്കും, യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല. അവരുടെ പ്രായം അതായിരിക്കുമല്ലോ. അവർ ചാട്ടം, അവരുടെ കളി, അതിനൊക്കെയാണ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ പിന്നെ ഞാനതെല്ലാം അങ്ങ് വൃത്തിയാക്കി എടുത്തു. ബുക്കുകളും ടെക്സ്റ്റുകളൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് കട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു. പിന്നെ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തു. അപ്പോൾ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം എനിക്കൊണ്ട് വയ്യ. ഇപ്പോൾ ഇനിയിപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോറ് കഴിക്കണം. ചോറ് കഴിച്ചിട്ട് ഉടനെ ഇപ്പോൾ കുട്ടികളെ വിളിക്കണം. അപ്പോൾ ഇന്നും ഉറങ്ങാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാണ്. പക്ഷേ ഒട്ടും സമയമില്ലാത്ത പോലെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.